ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉള്ളിവടയാണ് തയ്യാറാക്കുന്നത്. ഒട്ടുമിക്ക എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉള്ളിവട തയ്യാറാക്കാനായിട്ട് 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കനം കുറച്ച് അരിഞ്ഞ് എടുക്കാം. ഉള്ളി ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഉള്ളിയിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നവരെ ഇങ്ങനെ ചെയ്യാം. ഉള്ളിവട തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ അത് ഉള്ളിയിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് ഉള്ളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കൈവച്ചിട്ട് ഒന്നുകൂടി തിരുമ്മി എടുക്കാം. ഇപ്പോൾ ഇത് ഉള്ളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടി ചേർത്ത് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുകൂടി കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം.
അപ്പോൾ അതേ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ്. അതുകൂടി ചേർത്ത് മെല്ലെ ഒന്ന് കുഴച്ചെടുക്കാം. ഉള്ളിവടക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇലയിൽ എണ്ണ തേച്ചിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഉള്ളിവട റെസിപ്പി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ബൈ.